സംഭവം റിൻഷാദ് പറഞ്ഞത് പ്രകാരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാ പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അതായത് സ്പാകളിൽ ബഹുഭൂരിപക്ഷം, അതായത് സത്യസന്ധമായി നടക്കുന്ന സ്പാകൾ ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സ്പാകളിൽ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഈ പെൺകുട്ടികളെ വലയിലാക്കുന്നുണ്ടോ? വലയിലാക്കുന്നതല്ല, അവരെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി ഇവരെ മാറ്റിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢസംഘം തന്നെയുണ്ട്. പലരുടെയും വലിയ വൻതോക്കുകളുടെ ബിനാമി ഏർപ്പാടുകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്പാ ഏർപ്പാടുകൾ. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഇപ്പോ പെരുമ്പാവൂരില് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം ഇത് അനിയന്ത്രിതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും തന്നെ കൃത്യമായ മെഡിക്കൽ, ഈ വരുന്ന ആളുകൾക്ക് ഇവരുടെ രോഗവിവരങ്ങളോ കാര്യങ്ങളോ കുറിച്ചിട്ടല്ല, വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ശരീരം കൊണ്ടുപോയിട്ടാണ് ആ ആളുടെ അടുത്ത് കൊണ്ടുവന്നത്. യാതൊരുവിധ അറിവില്ലാത്ത ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ SKN സുന്ദരനായിട്ട് SKNന്റെ ശരീരം വേറൊരു ഒരാളുടെ തീരുമാനം കൊടുക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള നോളജ് വേണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.